ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് നമുക്ക് ബീഫിൻ്റെ കൊട്ട് അല്ലെങ്കിൽ എല്ല് കൂടുതലുള്ള ബീഫ് ഇട്ടിട്ട് ഒരു അടിപൊളി കറി തയ്യാറാക്കിയെടുക്കാം. ഇതെൻ്റെ മമ്മിയുടെ സ്വന്തം റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഈ കറി തയ്യാറാക്കിയെടുക്കാൻ, പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവയാണ്. ഞാനിവിടെ 1 കിലോ ബീഫ്, നല്ല എല്ലോട് കൂടിയിട്ടുള്ള ബീഫ്, അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് 2 സ്റ്റെപ്പായിട്ടാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കും ബീഫ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കഷ്ണം, 1-2 വലിയ കഷ്ണം ഇഞ്ചി വേണം. പിന്നെ ഒരു 10 വെളുത്തുള്ളി, ഒരു 10-20 ഉണക്ക കുരുമുളക്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. ഇവ ചേർത്താണ് നമ്മൾ ആദ്യം കുക്കറിൽ ബീഫ് വേവിക്കാൻ പോകുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു സവാള നീളത്തിലരിഞ്ഞത്, 2-3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു 5 വെളുത്തുള്ളി, ഒരു 2 കഷ്ണം ഇഞ്ചി. പിന്നെ അതിലേക്ക് വേണ്ട പൊടികൾ ഇവയാണ്: 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ബീഫ് മസാല. ബീഫ് മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല പോലെ എടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവ് കുരുമുളക് പൊടി നമുക്കിവിടെ 1 ടീസ്പൂണൊക്കെ ഇടാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ, ആവശ്യമായിട്ടുള്ള ഉപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ കൊട്ടുകറിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. നമുക്ക് 2 കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി, പിന്നെ 10-20 ഉണക്ക കുരുമുളക്, ഇവയൊന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കൊരു കുക്കറിലേക്ക് എല്ലോട് കൂടിയ ബീഫ് ഇട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 5-6 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ചോ അല്ലെങ്കിൽ ബീഫിൻ്റെ വേവിനൊക്കെ അനുസരിച്ച് നന്നായിട്ടൊന്നത് വേവിച്ചെടുത്തിട്ട് വരാം. ഈ ബീഫും കൊട്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള അല്പം ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ അങ്ങ് വഴറ്റിയെടുക്കാം. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന സവാളയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണക്ക് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി നന്നായി ചുവന്ന് ആ പച്ചമണക്ക് മാറിക്കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. അതായത് മഞ്ഞൾപ്പൊടി, നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ നേരത്തെ ഇട്ടുള്ളൂ. ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, ബീഫ് മസാല, പിന്നെ മുളക് പൊടി. ഇതിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണയിലിട്ട് ശരിക്കും നല്ല അതിൻ്റെ പച്ചമണക്ക് മാറിയിട്ട് നല്ല മണം വരുന്നത് വരെ ഇതൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കണം.
സവാളയൊക്കെ വഴറ്റുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. കറിവേപ്പില കൂടുതൽ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഈ പൊടികളിപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ച മണക്കങ്ങ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീഫ് വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുരുമുളക് കുറച്ച് ചതച്ചിട്ട് ചേർത്തിട്ടാണത് വേവിക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട്, കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള അളവിൽ കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പും കൂടി ചേർത്ത്, ഉപ്പ് നമ്മൾ ചേർത്തിട്ടാണ് വേവിച്ചതെങ്കിലും ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കപ്പയോ പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് ഈ കൊട്ടുകറി. ചോറിൻ്റെ കൂടി നല്ല ടേസ്റ്റായിരിക്കും. ഓൾറെഡി ബീഫ് വെന്തതാണ്, എന്നാലും ഈ മസാലകളൊക്കെ ഇതിനകത്ത് നന്നായിട്ടൊന്ന് ചേരുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഒരു 5-6 മിനിറ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല കുക്ക് ചെയ്തെടുക്കാം. ആ ബീഫിൻ്റെ കൊട്ടിലേക്ക് മസാലയൊക്കെ പിടിച്ച് നല്ല വെന്ത് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊട്ടുകറി ഇവിടെ റെഡിയാണ്. ഈ ബീഫിൻ്റെ കൊട്ട് നന്നായിട്ട് വേവിച്ച് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് നല്ല ഇങ്ങനെ നെയ്യൊക്കെ ഇറങ്ങി വരും. അത് നമ്മുടെ മസാലയൊക്കെ ആയിട്ട് ചേരുമ്പം ഒരടിപൊളി ടേസ്റ്റായിരിക്കും. കുറച്ച് കപ്പയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഒക്കെ കിട്ടുവാണെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ല് കൂടിയ ബീഫ് വാങ്ങുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടിലൻ ടേസ്റ്റുള്ള കൊട്ടുകറിയാണിത്. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്സുകളൊക്കെ കമൻസിൽ അറിയിക്കാം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ.